ഹലോ, വെൽക്കം ടു അഡ്രിനാൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ എൻസൈമോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്ന ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, എൻസൈം ക്ലാസിഫിക്കേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, എൻസൈം ഇൻഹിബിഷൻ, റെഗുലേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക് എൻസൈംസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ ഓഫ് എൻസൈം. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോ കാറ്റലിസ്റ്റ് സിന്തസൈസ്ഡ് ബൈ ലിവിങ് ടിഷ്യൂസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് കൺസ്യൂംഡ് ഇൻ ദ പ്രോസസ്. എൻസൈമിന് ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കോ ഫാക്ടർ. ഈ അപ്പോ എൻസൈമും കോ ഫാക്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ദ ഹോൾ പാർട്ട് ഓഫ് ദ എൻസൈം. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഹെഡിങ് എന്ന് പറഞ്ഞാൽ എൻസൈം ക്ലാസിഫിക്കേഷനാണ്. IUPAC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ വരുന്ന 7 ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓക്സിഡോ റിഡക്റ്റേസസ്. ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന് പറഞ്ഞാൽ എൻസൈം കാറ്റലൈസിങ് ഓക്സിഡേഷൻ ഓഫ് വൺ സബ്സ്ട്രേറ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് അനദർ സബ്സ്ട്രേറ്റ്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ക്ലാസ് 1ലെ ഓക്സിഡോ റിഡക്റ്റേസസിനുള്ള എക്സാമ്പിൾസ് ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസും. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്ലാസ് 2, ദാറ്റ് ഈസ് ട്രാൻസ്ഫറേസസ്. ട്രാൻസ്ഫറേസസ് എന്ന് പറഞ്ഞാൽ എൻസൈം കാറ്റലൈസിങ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ അല്ലാതെ മറ്റുള്ള ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫറേസസ് എന്ന് പറഞ്ഞാൽ എൻസൈംസ്. ഇതിന് എക്സാമ്പിളാണ് അപ്പോൾ അമിനോ ട്രാൻസ്ഫറേസും ഹെക്സോകൈനേസ്, ഗ്ലൈക്കോളിസിസിലൊക്കെ വരുന്ന ഹെക്സോകൈനേസ്. ഓക്കെ, ഓരോ ക്ലാസ്സസിനും ഒരു 2 എക്സാമ്പിൾ വീതെങ്കിലും പഠിച്ചു വെക്കാം. ഇനി തേർഡ് ക്ലാസ് വരുന്നതാണ് ഹൈഡ്രോളൈസിസ്. ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞാൽ കാറ്റലൈസിങ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ് ഓർ ഗ്ലൈക്കോസിലിക് ബോണ്ട് ബൈ ആഡിങ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ് ബോണ്ടുകളെ ഹൈഡ്രോളൈസ് ചെയ്യുക. ഓക്കെ, ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഓൾ ഡൈജസ്റ്റീവ് എൻസൈംസ്, ദാറ്റ് ഈസ് ട്രിപ്സിൻ, അതുപോലെ അസറ്റൈൽ കൊളൈൻ എസ്റ്ററേസ്. ദെൻ ക്ലാസ് 4. ക്ലാസ് 4 വരുന്നതാണ് ലയേസസ്. ലയേസസ് എന്ന് പറഞ്ഞാൽ ലയേസസ് കാറ്റലൈസിങ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് ഓർ ബ്രേക്ക് ബോണ്ട്സ് വിത്തൗട്ട് അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ സബ്സ്ട്രേറ്റിനെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഈ ലയേസസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ആൽഡോലേസ്, HMG, CoA ലയേസസ് എല്ലാം. ഇനി ക്ലാസ് 5 വരുന്നതാണ് ഐസോമെറേസസ്. ഐസോമെറേസസ് എന്ന് പറഞ്ഞാൽ പൊസിഷണൽ, ഒപ്റ്റിക്കൽ, ജോമെട്രിക്കൽ ഐസോമർ ഓഫ് സബ്സ്ട്രേറ്റ്. ഓക്കെ, ഒപ്റ്റിക്കൽ, പൊസിഷണൽ, ജോമെട്രിക്കൽ ഐസോമർ ഓഫ് സബ്സ്ട്രേറ്റ് ഉണ്ടാക്കുന്ന എൻസൈംസ് ആണ് ഐസോമെറേസസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് എപ്പിമെറേസും ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമെറേസും. ദെൻ ക്ലാസ് 6. ക്ലാസ് 6 എന്ന് പറഞ്ഞാൽ ലിഗേസസ്. ലിഗേസസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. ഈ ലിഗേസസ് ലിങ്കിങ് ഓഫ് 2 സബ്സ്ട്രേറ്റ് വിത്ത് ATP ഹൈഡ്രോളിസിസ്. ATP ഹൈഡ്രോളിസിസ് വഴി 2 സബ്സ്ട്രേറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് സിന്തസൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്ലൂട്ടാമിൻ സിന്തേസ്, അതുപോലെ PRPP സിന്തേസ്, അങ്ങനെ 2 സിന്തേസിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പിന്നെ ക്ലാസ് 7, ലാസ്റ്റ് വണ്ണാണ് ക്ലാസ് 7, ദാറ്റ് ഈസ് ട്രാൻസ്ലൊക്കേസസ്. ദാറ്റ് ഈസ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ എൻസൈംസ് കാറ്റലൈസിങ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾ എക്രോസ് ദ മെംബ്രെയിൻ വിത്ത് ഓർ വിത്തൗട്ട് ATP ഹൈഡ്രോളിസിസ്. ATP ഹൈഡ്രോളിസിസ് വഴിയോ അല്ലാതെയോ അയോൺസിനെയോ മോളിക്യൂൾസിനെയോ അല്ലെങ്കിൽ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ATP, ADP ട്രാൻസ്. ഇനി എൻസൈമോളജിയിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയിൽ വരുന്നതാണ് എൻസൈം കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എൻസൈം കോൺസെൻട്രേഷൻ. ഓക്കെ, റേറ്റ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ ആണ്. അതായത് എൻസൈം കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ റേറ്റും കൂടും. അപ്പോൾ അതിലൊരു ഗ്രാഫും കൂടെ വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, എൻസൈം കോൺസെൻട്രേഷൻ X ആക്സിലും വെലോസിറ്റി ഓഫ് എൻസൈം Y ആക്സിലും വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ അടുത്ത് രണ്ടാമത്തെ വരുന്നതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അപ് ടു ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷനും കൂടും. പക്ഷേ ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ടെമ്പറേച്ചർ കൂട്ടിയാലും റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഇതുപോലെ തന്നെ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ഇനി അതുപോലെ തന്നെ തേർഡ് വൺ വരുന്നതാണ് pH. pH എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഈസ് മാക്സിമം അറ്റ് ഓപ്റ്റിമം pH ആഫ്റ്റർ ദാറ്റ് വെലോസിറ്റി ഡിക്രീസസ്. അതായത് ടെമ്പറേച്ചർ പോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് pH. pH കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടും. പക്ഷേ ഒപ്റ്റിമം pHന് ശേഷം പിന്നീട് pH കൂട്ടിക്കഴിഞ്ഞാലും വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ്ണാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ.
till it reaches the maximum velocity. മാക്സിമം വെലോസിറ്റി എത്തുന്നത് വരെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഫർദർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാലും എൻസൈമാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മാക്സിമം വെലോസിറ്റിയിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് കെ എം വാല്യൂ. കെ എം വാല്യൂ എന്ന് പറഞ്ഞാൽ വി മാക്സ് ബൈ 2, അതായത് മാക്സിമം വെലോസിറ്റീൻ്റെ ഹാഫ് വെലോസിറ്റിയിൽ എത്തുമ്പോഴുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് കെ എം എന്ന് പറയുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് മോൾസ് പെർ ലിറ്റർ. അപ്പോൾ മാക്സിമം വെലോസിറ്റീൻ്റെ ഹാഫ് വെലോസിറ്റിയിൽ എത്തുമ്പോഴുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് കെ എം വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിക്കാലീസ് മെന്റൻ കോൺ. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി സച്ച് ഈസ് എൻസൈം കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ദെൻ എൻസൈമോളജിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻസൈം ഇൻഹിബിഷൻ. ഓക്കെ, ഇൻഹിബിഷൻ ഓഫ് എൻസൈമിൽ വരുന്നത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, സൂയിസൈഡ് ഇൻഹിബിഷൻ, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ, അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിൻ്റെ അനലോഗ് ആയിരിക്കും. അപ്പോൾ ഇത് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഡിക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രീ എൻസൈംസ്. ഫ്രീ എൻസൈംസിൻ്റെ എണ്ണം കുറച്ചിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ ഓരോ ഇൻഹിബിഷനും പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ 2 ഗ്രാഫ് വരയ്ക്കാണ്ട് ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതൊരു സബ്സ്ട്രേറ്റ് അനലോഗ് ആണ്. എക്സസ് സബ്സ്ട്രേറ്റ് അബോളിഷ് ദ ഇൻഹിബിഷൻ, അതായത് സബ്സ്ട്രേറ്റ് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഹിബിറ്ററിനെ വാനിഷ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സിബിൾ ആണ്. അതുപോലെ തന്നെ കെ എം വാല്യൂ നമ്മൾ പറഞ്ഞല്ലോ, മിക്കാലീസ് കോൺസ്റ്റൻറ്റ്. ഈ കെ എം വാല്യൂ എന്ന് പറഞ്ഞത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വി മാക്സിമം വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓർത്ത് വെക്കാൻ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ കിംസ് എന്ന് ഓർത്ത് വെക്കാം. കിംസ് എന്ന് പറഞ്ഞാൽ കെ എം വാല്യൂ ഇൻക്രീസസിൻ്റെ ഐ, ദെൻ വി മാക്സിൻ്റെ എം കൊടുക്കുക, സെയിം എന്നുള്ളതിൻ്റെ എസ്. അപ്പോൾ KIMS കിംസ് എന്ന് വെച്ച് ആലോചിച്ച് വെക്കാൻ മതി. Then we will go to the graph of competitive inhibition. ഓക്കെ, ആദ്യം ഗ്രാഫ് വരയ്ക്കുമ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും അതുപോലെ വെലോസിറ്റി വൈ ആക്സിസിലും വെച്ച് ഗ്രാഫ് വരയ്ക്കാം. അപ്പം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള കിട്ടുന്ന ഗ്രാഫ് വരയ്ക്കാം. അത് വിത്തൗട്ട് ഇൻഹിബിറ്റർ ഇല്ലാതെയുള്ള എൻസൈമിൻ്റെ ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം വിത്ത് ദ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്ററിൻ്റെ പ്രസൻസിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ KM എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഹിബിറ്ററിൻ്റെ പ്രസൻസിൽ, അതായത് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. KM വാല്യൂ കൂടുന്നതായിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ വെച്ചാൽ പക്ഷേ Vmax സെയിം ആയിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ വേറൊരു ഗ്രാഫും കൊണ്ടുണ്ട്, വീവർബർഗ് പ്ലോട്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും 1/V, ദാറ്റ് ഈസ് ഇൻ വൈ ആക്സിസിലും അതുപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ 1/S എക്സ് ആക്സിലും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നത് കാണാം. അപ്പം അതിൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ KMൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത്, റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. ഒക്കെ KM ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫ് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ പഠിക്കാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് എടുക്കുമ്പോൾ ഒരു 2 ക്ലിനിക്കൽ എക്സാമ്പിൾസും പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളും. ഓക്കെ, കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനാണ്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിലെ എക്സാമ്പിൾ വരുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ അറിയാം, കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻ്റ് ആണ്. ഇത് ഇൻഹിബിറ്റ് ദ എൻസൈം HMG-CoA റിഡക്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഥനോൾ മെഥനോൾ പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായി ഉപയോഗിക്കുന്നതാണ്. ഇത് ഇൻഹിബിറ്റ് എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ദെൻ മാലോണേറ്റ് ഇൻഹിബിറ്റ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനാണ്. Then second one is non-competitive inhibition. Okay, here the inhibitor is not compete with the normal substrate. Okay, it bind at a site distinct from substrate binding site. Substrate binding site അല്ലാതെ വേറൊരു സൈറ്റിൽ ചെന്നിട്ടാണ് ഈ ഇൻഹിബിറ്റർ എന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അടുത്ത ഡെഫിനേഷൻ കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊരു സബ്സ്ട്രേറ്റ് അനലോഗ് അല്ല. ബൈൻഡ്സ് അറ്റ് സൈറ്റ് അതർ ദാൻ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ബൈ കൊവാലൻ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻഹിബിഷനാണ്. ഓക്കെ, എക്സ് സബ്സ്ട്രേറ്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എക്സ് സബ്സ്ട്രേറ്റ് കനോട്ട് അബോളിഷ് ദ ഇൻഹിബിഷൻ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ Vmax ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, KMന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കാം. ആദ്യം വിത്തൗട്ട് ഇൻഹിബിറ്ററിൽ ഒരു ഗ്രാഫിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള വരയ്ക്കാം. അതിനുശേഷം പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്ത് ദ ഇൻഹിബിറ്ററിൻ്റെ പ്രസൻസിൽ KMൽ ചേഞ്ച് ഒന്നും കാണുന്നില്ല, പക്ഷേ ഇതിൻ്റെ Vmax ഡിക്രീസ് ചെയ്തതായിട്ട് കാണാം.
അതുപോലെ വീവർബർഗ് പ്ലോട്ടും അതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിനും അതുപോലെ ഒരു 3 എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഇൻഹിബിഷൻ ഓഫ് സൈറ്റോക്രോം സി ഓക്സിഡേസ് ബൈ സയനൈഡ്, അതുപോലെ ഇൻഹിബിഷൻ ഓഫ് ഈനോളേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഫ്ലൂറൈഡ് ആണ് നോൺ കോമ്പറ്റേറ്റീവ്ലി. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻസിൽ ഒരുപാട് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഈ ഇൻഹിബിറ്റേഴ്സ് എല്ലാം നോൺ കോമ്പറ്റേറ്റീവ്ലി ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് വണ്ണാണ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഓക്കെ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻഹിബിറ്റർ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ബൈൻഡ് ചെയ്തിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെയാണ് ഇൻഹിബിറ്റർ ചെയ്യുന്നത് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഹിബിഷനിൽ നമുക്ക് കെഎമ്മും വിഎമ്മും ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ വരുന്നതാണ് ഇൻഹിബിഷൻ ഓഫ് പ്ലാസെന്റൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ബൈ ഫീനൈൽ അലാനിൻ. Fourth one is suicide inhibition. Okay, inhibitor contain chemical group that get transformed to highly reactive group by the enzyme. അതായത് ഈ എൻസൈമിൻ്റെ പ്രസൻസിൽ ഇൻഹിബിറ്ററിൻ്റെ മേലുള്ളൊരു കെമിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ കെമിക്കൽ ഗ്രൂപ്പ് ഒരു ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പായിട്ട് മാറാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം. അതുകൊണ്ടാണ് ഇതിനെ സൂയിസൈഡ് ഇൻഹിബിഷൻ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ഈ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എൻസൈമുമായിട്ട് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന, എന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രിപ്പനോസോമിയാസിസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DFMO ഉപയോഗിക്കുന്നുണ്ട്. DFMO എന്ന് പറഞ്ഞാൽ ഡൈഫ്ലൂറോ മീഥൈൽ ഓർണിത്തിനാണ്. ഇത് ഇൻഹിബിറ്റ് ഓർണിത്തിൻ ഡീകാർബോക്സിലേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സൂയിസൈഡ് ഇൻഹിബിഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. Then fifth one is feedback inhibition. Okay, it is also called as end product inhibition. അതായത് ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റിനെയാണ് ഈ ഇൻഹിബിറ്റർ ചെന്ന് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ദ പാത്വേനെയാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതിന് ഒരു എക്സാമ്പിളാണ് AMP ഇൻഹിബിറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്യൂരിൻ സിന്തസിസ്. ഒക്കെ, പ്യൂരിൻ സിന്തസിസിലെ ഫൈനൽ പ്രൊഡക്റ്റാണ് AMP. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്യൂരിൻ സിന്തസിസ് തന്നെ ഇത് AMP ചെന്നിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷനിൽ വരുന്നത്. ദെൻ വരുന്ന ലാസ്റ്റ് വണ്ണാണ് അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ. ഓക്കെ, ഈ അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇൻഹിബിറ്റർ ബൈൻഡ്സ് അറ്റ് അല്ലോസ്റ്റെറിക് സൈറ്റ് നോൺ കോവാലൻ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഹിബിറ്റർ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് മോഡിഫയർ ആണ്. ഇതൊരു എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് മോഡിഫയർ ആണ്. ഓക്കെ, ഇത് പോസിറ്റീവ്ലി അഫക്റ്റ് ചെയ്യാം, അതുപോലെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാം. ഈ ഒരു പോസിറ്റീവ് മോഡുലേറ്ററിൻ്റെ പ്രസൻസിൽ എൻസൈം ഒരു കാറ്റലിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു കൺഫർമേഷനിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിലാക്സ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ R സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഒരു നെഗറ്റീവ് മോഡുലേറ്ററിൻ്റെ പ്രസൻസിൽ എൻസൈം ഒരു ലെസ് ആക്റ്റീവായിട്ടുള്ള കൺഫർമേഷനിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ടോഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ T സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ അല്ലോസ്റ്റെറിക് ഇൻഹിബിഷനിൽ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് അനലോഗ് അല്ല. ഇറ്റ് ബൈൻഡ്സ് അറ്റ് എ സൈറ്റ് ഈസ് കോൾഡ് അല്ലോസ്റ്റെറിക് സൈറ്റിൽ ചെന്നാണ് അല്ലോസ്റ്റെറിക് ഇൻഹിബിറ്റർ ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എൻസൈം ഇൻഹിബിഷനിൽ വരുന്ന ടൈപ്സ്: കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവ്, സൂയിസൈഡ്, ഫീഡ്ബാക്ക്, അല്ലോസ്റ്റെറിക്. ഈ ഓരോ ഇൻഹിബിഷൻ പഠിക്കുമ്പോഴും അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഒരു സബ്സ്ട്രേറ്റ് സാച്ചുറേഷൻ കർവ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലിനിക്കൽ എക്സാമ്പിൾസ് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് എൻസൈമോളജിയിൽ മെയിനായിട്ട് വരുന്നൊരു പാർട്ടാണ് റെഗുലേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റെഗുലേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി 2 തരത്തിലാണ് വരുന്നത്. കോഴ്സ് റെഗുലേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻ റെഗുലേഷനും ഉണ്ട്. കോഴ്സ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈംസിനെ ജനറ്റിക് ലെവലിൽ തന്നെ ആൾട്ടർ ചെയ്തിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഫൈൻ റെഗുലേഷനിലാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻസൈമിൻ്റെ ആക്ടിവിറ്റി തന്നെ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് റെഗുലേഷനിൽ വരുന്ന 2 എണ്ണമാണ് ഇൻഡക്ഷനും റിപ്രഷനും. ഓക്കെ, ഇൻ ഇൻഡക്ഷൻ ഇൻക്രീസ്ഡ് സിന്തസിസ് ഓഫ് എൻസൈം സിന്തസിസ് കൂട്ടുന്നു, റിപ്രഷനിലാണെങ്കിൽ എൻസൈം സിന്തസിസ് കുറയ്ക്കുന്നു. ഇനി ഫൈൻ റെഗുലേഷനിൽ വരുന്നതാണ് അല്ലോസ്റ്റെറിക് റെഗുലേഷനും അതുപോലെ തന്നെ കോവാലൻ്റ് മോഡിഫിക്കേഷനും. അല്ലോസ്റ്റെറിക് റെഗുലേഷൻ തന്നെ അല്ലോസ്റ്റെറിക് ആക്ടിവേഷനും ഉണ്ട്, അല്ലോസ്റ്റെറിക് ഇൻഹിബിഷനും ഉണ്ട്. അതുപോലെ തന്നെ കോവാലൻ്റ് മോഡിഫിക്കേഷൻ റിവേഴ്സിബിൾ കോവാലൻ്റ് മോഡിഫിക്കേഷനും ഉണ്ട്, റിവേഴ്സിബിൾ കോവാലൻ്റ് മോഡിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, ഇതാണ് കോഴ്സ് റെഗുലേഷനും ഫൈൻ റെഗുലേഷനും. ഇതുകൂടാതെ തന്നെ മിസലിനിയസ് റെഗുലേഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ വരുന്നതാണ് മൾട്ടി എൻസൈം കോംപ്ലക്സ്, അതുപോലെ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ, ഐസോ എൻസൈം ഒരു ഷോർട്ട് നോട്ടായിട്ട് വരെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഐസോ എൻസൈം. ചോദിച്ച് കാണുന്നുണ്ട് ഐസോ എൻസൈം ഒക്കെ. അപ്പം ഇത്രയാണ് ഇൻഡക്ഷൻ, റിപ്രഷൻ, അതുപോലെ തന്നെ അല്ലോസ്റ്റെറിക് റെഗുലേഷൻ, കോവാലൻ്റ് മോഡിഫിക്കേഷൻ, പിന്നെ മൾട്ടി എൻസൈം കോംപ്ലക്സ്, കമ്പാർട്ട്മെൻറ്റലൈസേഷൻ, അതുപോലെ തന്നെ ഐസോ എൻസൈം. അപ്പോൾ അതിൽ കോഴ്സ് റെഗുലേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ. ഇൻഡക്ഷൻ ഇൻക്രീസ് സിന്തസിസ് ഓഫ് എൻസൈമിൻ്റെ സിന്തസിസ് കൂട്ടുന്നുണ്ട്. ഓക്കെ, അത് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ
എൻസൈമിൻ്റെ സിന്തസിസ് കൂട്ടുന്നു. അതുപോലെ തന്നെ റിപ്രഷനിലാണെങ്കിൽ എൻസൈം സിന്തസിസ് ഒരു റിപ്രസറിൻ്റെ പ്രസൻസിൽ എൻസൈം സിന്തസിസ് കുറയ്ക്കുന്നു. അപ്പോൾ അതിന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ റെഗുലേഷൻ എക്സാമ്പിൾ പഠിച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എൻസൈം അത് പങ്കെടുക്കുന്ന പാത്വേ, പിന്നെ അതിൻ്റെ ഇൻഡ്യൂസർ ആരാണ്, റിപ്രസർ ആരാണ്. ആദ്യത്തേതാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ഗ്ലൈക്കോളിസിലാണ് വരുന്നത്. അതിൻ്റെ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇൻസുലിനാണ്, റിപ്രസർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോഗോണാണ്. ഇൻഡ്യൂസർ അതിൻ്റെ എൻസൈം ആക്ടിവിറ്റി സിന്തസിസ് കൂട്ടുന്നു, റിപ്രസർ ആണെങ്കിൽ എൻസൈം സിന്തസിസ് കുറയ്ക്കുന്നു. രണ്ടാമത്താണ് പൈറുവേറ്റ് കാർബോക്സിലേസ്, ഗ്ലൂക്കോനിയോജനസിസിൽ വരുന്നതാണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. ഇതിൻ്റെ ഗ്ലൂക്കോഗോണാണ് ഇതിൻ്റെ ഇൻഡ്യൂസർ, ഇൻസുലിനാണ് അതിൻ്റെ റിപ്രസർ. ഇനി സെക്കൻഡ് വരുന്ന റെഗുലേഷനാണ് അല്ലോസ്റ്ററിക് റെഗുലേഷൻ. ഈ അല്ലോസ്റ്ററിക് റെഗുലേഷൻ അല്ലോസ്റ്ററിക് ആക്ടിവേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അല്ലോസ്റ്ററിക് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. അല്ലോസ്റ്ററിക് ആക്ടിവേറ്റേഴ്സ് അല്ലോസ്റ്ററിക് സൈറ്റിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം ആക്ടിവിറ്റി കൂട്ടുന്നു. അല്ലോസ്റ്ററിക് ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ അല്ലോസ്റ്ററിക് സൈറ്റിൽ ചെന്നിട്ട് എൻസൈം ആക്ടിവിറ്റി കുറയ്ക്കുന്നു. ഓക്കെ, അല്ലോസ്റ്ററിക് റെഗുലേഷൻ എക്സാമ്പിളാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ഇത് ഗ്ലൈക്കോളിസിൽ വരുന്ന എൻസൈമാണ്. ഇതിൻ്റെ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ AMP, ഇൻഹിബിറ്റർ ATP. പിന്നെ ഐസോസിട്രേറ്റ് ഡിഹൈഡ്രോജനേസ്. ഓക്കെ, ഇത് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളിൽ വരുന്നതാണ്. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ADP, ഇൻഹിബിറ്റർ ആണെങ്കിൽ ATP. ഇനി മൂന്നാമതായിട്ട് വരുന്ന എൻസൈം റെഗുലേഷനാണ് കൊവാലൻ്റ് മോഡിഫിക്കേഷൻ. ഇതന്നെ ഇറിവേഴ്സിബിളും ഉണ്ട്, അതുപോലെ ഇത് റിവേഴ്സിബിളും ഉണ്ട്. ഇറിവേഴ്സിബിളിൽ വരുന്നത് പറഞ്ഞാൽ ചില എൻസൈംസ് എല്ലാം ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോ എൻസൈംസ് ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും. ഇതിനെ ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നത് അതിലെ സ്പെസിഫിക് ആയിട്ടുള്ള കൊവാലൻ്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള എൻസൈം റെഗുലേഷനെ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ കൊവാലൻ്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ GI ട്രാക്റ്റിൽ വരുന്ന പ്രോട്ടിയേസസ്. ഓക്കെ, ഇത് സിന്തസൈസ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട് തന്നെ. അതായത് ട്രിപ്സിനോജന് സ്പെസിഫിക് ആയിട്ടുള്ള കൊവാലൻ്റ് ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എൻഡറോകൈനേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഈ ഇറിവേഴ്സിബിൾ കൊവാലൻ്റ് മോഡിഫിക്കേഷന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അടുത്ത് തന്നെ കൊവാലൻ്റ് മോഡിഫിക്കേഷൻ വരുന്നതാണ് റിവേഴ്സിബിൾ കൊവാലൻ്റ് മോഡിഫിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോറിലേഷനും ഡീഫോസ്ഫോറിലേഷനും ചെയ്തിട്ടാണ് ഈ മോഡിഫിക്കേഷൻ നടത്തുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്, ആക്റ്റീവ് ഇൻ ദെയർ ഫോസ്ഫോറിലേറ്റഡ് ഫോം ആൻഡ് ഇനാക്റ്റീവ് ഇൻ ദെയർ ഡീഫോസ്ഫോറിലേറ്റഡ് ഫോം. അടുത്ത മിസലേനിയസ് എൻസൈം റെഗുലേഷനിൽ വരുന്ന ഒന്നാണ് മൾട്ടി എൻസൈം കോംപ്ലക്സ്. അതെന്ന് പറഞ്ഞാൽ ലോക്കലൈസേഷൻ ഓഫ് സെവറൽ എൻസൈംസ് കാറ്റലൈസിങ് എ സീക്വൻസ് ഓഫ് കൺസിക്യൂട്ടീവ് റിയാക്ഷൻസ് ഓഫ് എ മെറ്റബോളിക് പാത്വേ ഇൻടു എ മാക്രോമോളിക്കുലർ കോംപ്ലക്സ്. അതായത് കുറേ എൻസൈമുകൾ കൂടി ചേർന്നിട്ട് ഒരു മെറ്റബോളിക് പാത്വേയിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുക. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്, പൈറുവേറ്റ് ഡിഹൈഡ്രോജനേസ് കോംപ്ലക്സ്. എന്നിട്ട് ഇതൊരു എൻസൈം കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്, അതുപോലെ തന്നെ പൈറുവേറ്റ് ഡിഹൈഡ്രോജനേസ് കോംപ്ലക്സ്. അങ്ങനെ ദെൻ സെക്കൻഡ് വൺ വരുന്നതാണ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒരു സെല്ലിൽ തന്നെ വിവിധ കമ്പാർട്ട്മെൻറ്റ്സിൽ വെച്ച് നടക്കുക. അതായത് എൻസൈം പ്രസൻറ്റ് ഇൻ ദ ഡിഫറെൻറ്റ് മൾട്ടി സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് സൈറ്റോസോൾ, മൈറ്റോകോൺഡ്രിയ, റൈബോസോം എക്സെട്ര. ഗ്ലൈക്കോളിസിസ് സൈറ്റോസോളിൽ നടക്കുന്ന, അതുപോലെ തന്നെ TCA സൈക്കിൾ മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്ന, അങ്ങനെ ഈ എൻസൈംസ് എല്ലാം ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലാണ്. അങ്ങനെ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വൺ വരുന്നതാണ് ഐസോ എൻസൈം. ഇതൊരു ഷോർട്ട് നോട്ട് ചോദിക്കാനൊക്കെ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഐസോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, ഐസോ എൻസൈമിൻ്റെ ഡെഫിനിഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ, മൾട്ടിപ്പിൾ ഫോം ഓഫ് ആൻ എൻസൈം കാറ്റലൈസിങ് സെയിം റിയാക്ഷൻ. സെയിം റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ മൾട്ടിപ്പിൾ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഐസോ എൻസൈം. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസും അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൈനേസ് ഒക്കെ. ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസിന് 5 ഫോമുണ്ട്, അതായത് 5 ഐസോ എൻസൈം ഫോം. ഓക്കെ, അതായത് പൈറുവേറ്റിനെ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസിന്. അത് LDH 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇതിന് 5 ഫോമാണുള്ളത്. അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൈനേസ്, ഇതിന് 3 ഫോംസ് ഉണ്ട്. ഇനി ഐസോ എൻസൈമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഐസോ എൻസൈംസിന് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അമിനോ ആസിഡ് കോമ്പോസിഷൻ, ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി, അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ KM വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഐസോ എൻസൈം ജനറലി ഹാവ് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇവിടെ 2 ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസിൻ്റെ ഐസോ എൻസൈംസും അതുപോലെ ക്രിയാറ്റിൻ കൈനേസിൻ്റെ ഐസോ എൻസൈംസും. ഓക്കെ, ഈ ഐസോ എൻസൈംസ് അതിൻ്റെ സബ് യൂണിറ്റ് മേക്കപ്പ്, അതുപോലെ ടിഷ്യൂ ഓഫ് ഒറിജിൻ. ഇത് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ക്രിയാറ്റിൻ കൈനേസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ക്രിയാറ്റിൻ കൈനേസ് 3, 2, 1 എന്ന് പറഞ്ഞ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സബ് യൂണിറ്റ് മേക്കപ്പ് MM, MB, BB. അത് ടിഷ്യൂ ഓഫ് ഒറിജിനെ ഓർത്ത് വെക്കാൻ MM കൂടെ MM ആണെങ്കിൽ ടിഷ്യൂ ഓഫ് ഒറിജിൻ M വെച്ച് ഓർത്ത് വെക്കാം, മസിൽ. MB ആണെങ്കിൽ ഹാർട്ട്, BB ആണെങ്കിൽ ബ്രെയിൻ. അങ്ങനെ എന്തെങ്കിലും
കോഡൊക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി എൻസൈമോളജിയിൽ വരുന്ന ഒരു ഫൈനലായിട്ടുള്ള ടോപ്പിക്കാണ് ഡയഗ്നോസ്റ്റിക് എൻസൈംസ്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ വരുന്നതാണ് ALT, AST, ലാക്ടേറ്റ് ഡിഹൈഡ്രജനേസ്, അതുപോലെ ക്രിയാറ്റിൻ കൈനേസ്, ആൾഡോളേസ്, അതുപോലെ GGT എന്ന് പറഞ്ഞാൽ ഗാമ ഗ്ലൂട്ടാമേറ്റ് ട്രാൻസ്ഫറേസ്. ALT എലവേറ്റ് ചെയ്യുന്നത് ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടാവുന്നതാണ്. അതുപോലെ AST ആണെങ്കിൽ ഹാർട്ട് ഡിസീസ്, അതുപോലെ ലിവർ ഡാമേജ് അങ്ങനെ ഉള്ളപ്പോഴാണ് AST എലവേറ്റ് ചെയ്യുന്നത്. അപ്പം ALTും ASTയും ലിവർ ഡിസീസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലിവർ ഡിസീസ് ആണെങ്കിൽ ALT ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ASTനേക്കാട്ടി കൂടുതലായിരിക്കും ALT. ഈ ലാക്ടേറ്റ് ഡിഹൈഡ്രജനേസ്, ക്രിയാറ്റിൻ കൈനേസ്, ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഡിസീസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് LDHും CKMB ഒക്കെ കൂടുതലായിരിക്കും എലവേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇനി വരുന്നതാണ് ആൾഡോലേസ്. ആൾഡോലേസ് എന്ന് പറഞ്ഞാൽ മസിൽ ഡിസീസ് ഒക്കെ വരുമ്പോൾ എലവേറ്റ് ചെയ്യുന്നതാണ്. GGT ആണെങ്കിൽ GGT എലവേറ്റഡ് ഇൻ ആൽക്കഹോളിക് പേഴ്സൺസ്, അതായത് ആൽക്കഹോളിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് GGT എലവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഡയഗ്നോസ്റ്റിക് എൻസൈംസിൽ വരുന്ന മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് കാർഡിയാക് മാർക്കേഴ്സ്. ഓക്കെ, അതിൽ വരുന്നതാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്, ലാക്ടേറ്റ് ഡിഹൈഡ്രജനേസ്, പിന്നെ കാർഡിയാക് പ്രോപ്പോണിൻ. ഓക്കെ, ഈ 4 എണ്ണമാണ് വരുന്നത് കാർഡിയാക് മാർക്കേഴ്സിൽ. ആദ്യം ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. ഓക്കെ, MI വന്ന് മയോകാർഡിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ആണ്. ഓക്കെ, ഇൻഫെക്ഷന് ശേഷം ഒരു വിത്തിൻ 3 hours തന്നെ ഇത് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത് നോർമൽ വാല്യൂയിലേക്ക് സെറത്തിൽ നോർമൽ വാല്യൂയിലേക്ക് തിരിച്ചെത്തുന്നത് 3 days കൊണ്ടൊക്കെ കം ബാക്ക് ടു നോർമൽ വിത്തിൻ 3 days. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നതാണ് അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്. ഓക്കെ, ഇത് ഒരു 6 മുതൽ 12 hours മയോകാർഡിയൽ ഇൻഫെക്ഷൻ്റെ ആ ഒരു സമയത്ത് എലവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇത് പീക്കിലെത്തുന്ന ഒരു 48 hours ഒക്കെ ആകുമ്പോഴാണ് കം ബാക്ക് ടു നോർമൽ വിത്തിൻ 5 days. ഓക്കെ, ദെൻ തേർഡ് വണ്ണാണ് ലാക്ടേറ്റ് ഡിഹൈഡ്രജനേസ്, LDH. ഓക്കെ, LDH എന്ന് പറഞ്ഞാൽ 12 to 24 hours ആഫ്റ്റർ MI. ഓക്കെ, 12 to 24 hours ശേഷം MIക്ക് ശേഷമാണ് ഇത് എലവേറ്റ് ചെയ്യുന്നത്. ഒരു 3 days ഒക്കെ എത്തുമ്പോൾ ഇതൊരു പീക്ക് ലെവലിലേക്ക് എത്തും. ഓക്കെ, ഇത് നോർമൽ വാല്യൂയിലേക്ക് തിരിച്ചു വരുന്നത് 8 to 10 days ഒക്കെ ആകുമ്പോൾ LDHൻ്റെ വാല്യൂ സ്ഥലത്ത് നോർമൽ വാല്യൂത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് വൺ വരുന്നതാണ് കാർഡിയക് പ്രോപ്പോണിൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡിയക് ബയോമാർക്കറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു MI ഉണ്ടായതിനു ശേഷം MI വന്നതിന് ശേഷം ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഒരു 12 to 24 hours എത്തുമ്പോൾ ഇതിൻ്റെ പീക്ക് വാല്യൂയിലേക്ക് എത്തും. ഓക്കെ, ഇത് ഏകദേശം ഒരു വീക്കോളം എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഈ കാർഡിയോ ബയോമാർക്കേഴ്സിൻ്റെ ഓൺസെറ്റ് ഓഫ് റിലീസും പീക്കും ഡ്യൂറേഷനൊക്കെ കാണിക്കുന്ന ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് എൻസൈമോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ഇൻഹിബിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിന്നെ റെഗുലേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക് എൻസൈംസ്. ഇത്രയാണ് ഈ എൻസൈമോളജിയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.